അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഫോട്ടോ ഇതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഫോട്ടോ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ആവശ്യമുള്ളത് സ്നാപ്സീഡ് ആപ്ലിക്കേഷനാണ്. അപ്പോൾ നമുക്ക് സ്നാപ്സീഡിലെ 2 ഇമേജ് ഡൗൺലോഡ് ചെയ്യണം. ഈ ഒരു ഇമേജും ഈ ഒരു ഇമേജ് ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോട്ട് പോകണം. സ്നാപ്സീഡ് ഓപ്പൺ ചെയ്യാം. സ്നാപ്സീഡ് ഓപ്പൺ എടുത്തിട്ട് എഡിറ്റിൽ പോവുക, ടൂൾസിൽ പോയിട്ട് നിങ്ങൾ മറ്റേ വൈറ്റ് ബാലൻസില്ലേ അത് -100 ആക്കുക. അത് ഓൾറെഡി നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ വീണ്ടും എന്താ പറയുക, നമ്മുടെ വൈറ്റ് ബാലൻസ് എടുക്കുക. വൈറ്റ് ബാലൻസിൽ ഇതെടുക്കുക, ബ്ലൂ എടുക്കുക, ടിക്ക് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ വീണ്ടും മറ്റേ വീഡ്സ് മാസ്കിങ് ടൂൾ പോയിട്ട് നമ്മൾ മറ്റേ വൈറ്റ് ബാലൻസ് ഡിലീറ്റ് കൊടുക്കുക. ഡിലീറ്റ് കൊടുത്തിട്ട് നമ്മൾ ബാക്കിൽ പോവാം. ബാക്കിൽ പോയിട്ട് നിങ്ങൾ മറ്റേ ഇപ്പോൾ വൈറ്റ് ബാലൻസ് എടുത്തിട്ട് നിങ്ങൾ ടെമ്പറേച്ചർ ഫുള്ളാക്കുക. അത് ചെയ്യുന്ന പകരം നിങ്ങൾ ഫസ്റ്റ് ഒറിജിനലായി പോയിട്ട് നിങ്ങൾ വൈറ്റ് ബാലൻസ് എടുത്തിട്ട് ടെമ്പറേച്ചർ 8 - 100 ആക്കിയിട്ട് ടിക്ക് കൊടുത്തിട്ട് നിങ്ങൾ മാസ്കിങ് ടൂൾ എടുത്തിട്ട് ബ്രഷ് എടുക്കുക. ബ്രഷ് ടൂൾ എടുത്ത് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ചെയ്ത് കൊടുക്കുക. ടിക്ക് കൊടുത്ത ശേഷം നമ്മൾ മറ്റേ വൈറ്റ് ബാലൻസിലെ ഓപ്ഷനിൽ അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ ബാക്കിൽ പോവുക. ബാക്കിൽ പോയിട്ട് ടൂൾസ് വീണ്ടും ടൂൾസിൽ പോയിട്ട് നമുക്ക് ഈ കർവ്സ് ഉണ്ടല്ലോ, നമ്മുടെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജ് പോലെ ആക്കണം. അതുപോലെ ഈ കർവ്സിൻ്റെ ടൂൾസ് എടുത്ത് ഈ വീഡിയോ കാണുന്ന ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ആകാശം വൈറ്റായിട്ടും നമ്മുടെ ട്രെയിൻ ഇമേജ് മൊത്തം ബ്ലാക്ക് ആൻഡ് വൈറ്റായിട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് അൺവാണ്ടഡ് വൈറ്റ് ആൻഡ് ബ്ലാക്ക് വന്നിട്ടുണ്ട്. നമുക്കത് മാറ്റാൻ വേണ്ടിയിട്ട് കേഴ്സ് എടുത്തിട്ട് ഒക്കെ താഴ്ത്തിക്ക് ആക്കുക. അതിന് ശേഷം നിങ്ങൾ കേഴ്സിൽ പോയിട്ട് വീഡിയോസ് പോയിട്ട് നമുക്ക് ബ്ലാക്ക് ആക്കേണ്ട സ്ഥലത്ത് മൊത്തം ബ്ലാക്ക് ആക്കി കൊടുക്കുക. നമുക്ക് ഇത് മൊത്തം ബ്ലാക്ക് ആക്കിയ ശേഷം നമുക്ക് വീണ്ടും മറ്റേ ട്രെയിനിൻ്റെ ഒറിജിനൽ ഇമേജില്ലേ അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. ആഡ് കൊടുത്തിട്ട് നമ്മൾ ഫിൽറ്റർ ഓപ്ഷനിൽ ഫിൽറ്ററിൽ പോയിട്ട് നമുക്ക് ഒപ്പാസിറ്റി ഒന്ന് അഡ്ജസ്റ്റ് കൊടുത്ത് ഫിൽറ്റർ പോയിട്ട് നമ്മൾ മറ്റേ ആഡ് കൊടുക്കുക. കാരണം നമ്മൾ ബാക്ക്ഗ്രൗണ്ട് മറ്റേ സ്കൈ മൊത്തം വൈറ്റ് ആയി കഴിക്കണം, അതുപോലെ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ വീണ്ടും ഒരു മറ്റേ ഇമേജ് ആഡ് ഷാഡോസ് ഒന്ന് 67 റേഞ്ചിൽ അങ്ങോട്ട് വയ്ക്കുക. അതിനുശേഷം വീണ്ടും ടൂൾസ് പോകാം, ഡബിൾ എക്സ്പോസിൽ പോകാറുണ്ട്. മറ്റേ ഇമേജിൽ മറ്റേ രണ്ടാമത്തെ ഇമേജ് അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. അത് ആഡ് കൊടുത്തിട്ട് നമ്മളിവിടെ സബ്സ്ട്രാക്ട് ഡാർക്കൻ ഓപ്ഷനില്ലേ അത് കൊടുക്കുക. അതൊരു ടിക്ക് കൊടുത്ത് നമുക്ക് വീണ്ടും മാസ്കിങ് ടൂൾ എടുക്കണം. അപ്പോൾ മാസ്കിങ് ടൂൾ എടുത്തിട്ട് വീഡിയോസ് പോവാം. എന്നിട്ട് ബ്രഷ് എടുത്തിട്ട് അത് എവിടേക്കാണ് വേണ്ട അവിടെ മാത്രം ഈ ഇമേജ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ആ ഭാഗത്ത് അപ്ലൈ ചെയ്ത ശേഷം നമ്മൾ വീണ്ടും ടൂൾസിൽ പോവുക. ടൂൾസിൽ പോയിട്ട് സെലക്റ്റീവ് ഫിൽറ്ററില്ലേ അതെടുക്കാം. എന്നിട്ട് ഈ ഗ്രാസിൽ മാത്രം കുറച്ച് ബ്രൈറ്റ്നസ് ഒന്ന് കൂടി വരണ പോലെ തോന്നി. അപ്പോൾ ബ്രൈറ്റ്നസ് കൂട്ടുക, എന്നിട്ട് മറ്റേ കോൺട്രാസ്റ്റ് കൂട്ടുക, ബ്രൈറ്റ്നസ് കുറയ്ക്കുക. അപ്പോൾ കുറച്ചുകൂടി ഒരു ഇത് വരും. സാച്ചുറേഷൻ ഒരു 48 റേഞ്ചിൽ വയ്ക്കുക, +48. വീണ്ടും സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എൻജിൻ ഒന്ന് വെളുപ്പിക്കണം. അപ്പോൾ നമുക്ക് എൻജിൻ വെളുപ്പിക്കാൻ ഈ കോൺട്രാസ്റ്റ് ഒക്കെ ഇതുപോലെ ഡിഫറെൻ്റ് ആയിട്ട് അപ്ലൈ ചെയ്തിട്ട് കൊടുക്കണം.
അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് നമ്മുടെ കോച്ചസ് ഒന്ന് കളർ ഗ്രേഡ് ചെയ്യണം. അപ്പോൾ അത് കളർ ഗ്രേഡ് ചെയ്യാൻ നമുക്ക് കോച്ചിൽ നിന്നും ഒന്ന് വീണ്ടും ചെറുതായിട്ടൊന്ന് കറുപ്പിക്കണം. അപ്പോൾ കോച്ചിലവിടെ സെലക്ട് ചെയ്യുക, എന്നിട്ട് കോച്ചിലവിടെ കൊണ്ടുപോയിക്കുക, എന്നിട്ട് ഈ വീഡിയോ നമ്മൾ ചെയ്ത് കൊടുക്കുക. അടുത്തായിട്ട് നമ്മൾ ട്യൂൺ ഇമേജിലേക്ക് പോകാം. ട്യൂൺ ഇമേജിൽ പോയിട്ട് നമ്മൾ ബ്രൈറ്റ്നസ് കുറയ്ക്കുക, എന്നിട്ട് കോൺട്രാസ്റ്റ് കുറച്ച് കൂട്ടാം, പിന്നെ സാച്ചുറേഷൻ കുറച്ചങ്ങോട്ട് കൂട്ടുക. ഫുള്ള് കൂട്ടരുത്, ഫുള്ള് കൂട്ടിയാൽ ഒരു ഓറഞ്ച് പോലത്തെ ഒരു ഇമേജ് കിട്ടും. അപ്പോൾ നമുക്കൊരു 50 റേഞ്ചിൽ വെച്ചിട്ട് ആംബിയൻസ് കുറച്ച് കുറയ്ക്കുക, എന്നിട്ട് ഷാഡോസ് കുറച്ച് കൂട്ടുക, എന്നിട്ട് വാംത്ത് കുറച്ച് കുറയ്ക്കുക. അപ്പോൾ കുറച്ചുകൂടി ഒരു ഈവനിങ് ഇമേജ് പോലെ കിട്ടും. ഞങ്ങൾ ഈ ഫോട്ടോ സേവ് ചെയ്തെടുക്കും. നമ്മുടെ ഇമേജ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇമേജ് എങ്ങനെ ഇട്ടിട്ട് നമുക്ക് രണ്ട് കമ്പാരിസൺ ചെയ്ത് നോക്കാം. സോ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. നമുക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സും കൂടി കാണാം. ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നതിന് 56 തന്നെ നമ്മുടെ റേഞ്ച് നിൽക്കുന്നത്, ഇന്നും കൂട്ടട്ടെ എന്ന് പറയുന്നു. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും കൂടുതൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതിലായിട്ട് ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുക. പേര് ADREX08 ഈ മോട്ടർമാരിൽ കാണാമല്ലോ. അപ്പോൾ അതാണ് ഇൻസ്റ്റാഗ്രാം ID. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതുവരെ ബായ്.